സ്റ്റേജ് പ്രോഗ്രാം ഇതൊക്കെ ചെയ്തപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നു മനസ്സിലാവണില്ല. കൊണ്ട് കഴിയുമ്പോൾ എൻ്റെ മോള് രഹന അവളെ കുറിച്ച് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വേറൊന്നും പറയാനില്ല. മാനസികാവസ്ഥയല്ല എനിക്ക്. ഞാൻ മാസം ഇത്രയും പെട്ടെന്ന് ഞങ്ങൾ വിട്ടുപോകുന്നത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. സഹിക്കാൻ പറ്റുന്നില്ല. രഹനയുടെ കാര്യവും പിള്ളേരും 3 കുട്ടികളൊക്കെ ഉള്ളതല്ല. എങ്ങനെ അവളത് താങ്ങുമെന്ന് മാത്രമേ പറയുള്ളൂ. ഇത് കുഴപ്പമില്ലാത്ത എല്ലാവർക്കും ഇഷ്ടമാണ്. അതാണ് ഇന്നിപ്പോൾ ഞാൻ ഈ നിമിഷം വരെ ഒരു 10-75ഓളം കോളുകൾ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യമാണോ വിനോദത്താൻ ചോദിച്ചിട്ട് അല്ല വിളിക്കുന്നത്. ഞാനിന്ന് വിശ്വസിക്കാൻ എന്നെ 2-3 പേര് വിളിച്ചപ്പോൾ ഞാനും ആദ്യം വിശ്വസിച്ചില്ല. പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ടപ്പോഴാണ് ഞാൻ ഉറപ്പിച്ചത്. ഉടനെ ഇങ്ങോട്ട് പറഞ്ഞു വരിക. കഴിഞ്ഞ അമ്മ അസോസിയേഷൻ്റെ ഫാമിലി മീറ്റിലൊക്കെ എല്ലാവരെയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ട് പോയാണ്. ഞാനൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹത്തിന് നമ്മുടെ അമ്മായിയുടെ ഫംഗ്ഷൻ വന്നു. കലാഭവൻ്റെ ഒരു മിക്സ് വർക്ക്ഷോപ്പ് വന്നപ്പോൾ ഉദ്ഘാടനത്തിന് പുള്ളി വന്നു 5-ാം തീയതി. അന്ന് വന്ന് കുറേ കഥകൾ പറഞ്ഞു. കലാഭവനിൽ വന്നപ്പോഴുള്ള കഥ, ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്തിയ കഥ, ആബലച്ചനെ പരിചയപ്പെടുത്തിയ കഥ എല്ലാം അന്ന് കുറേ നാൾ കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. പറയാനുണ്ടോ? അപ്രതീക്ഷിതം എന്ന് പറഞ്ഞാൽ ഞെട്ടിയെന്ന് സത്യത്തിൽ 8 മണിക്ക് ദേശീയ അവാർഡിൽ വിജയരാഘവട്ടണം ഉർവശിക്ക് അവാർഡിൽ നിന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം നിൽക്കുന്ന സമയത്താണ് ആ സന്തോഷം മുഴുവൻ കെടുത്തിയിട്ട് ഈ സങ്കട വാർത്തകൾ. പിന്നെ TV കാണാൻ തന്നെ തോന്നുന്നുണ്ട്. എനിക്കെൻ്റെ വൈഫും മക്കളൊക്കെ സഹിക്കാൻ ഇപ്പോൾ ഈ നാച്ചുറൽ രാത്രി കിടക്കേണ്ടി വരുന്നത് ഭക്ഷണം ചെയ്യാനൊക്കെ പറഞ്ഞാൽ തന്നെ ഒരു ഭയങ്കര സങ്കടമാണ്. ഉറങ്ങണ പോലെയാണ് ആളുള്ളത്. ഞാൻ 2-3 വിളിച്ചു ചിലപ്പം കണ്ട് നവാസിൻ്റെ ഭൗതിക ശരീരം നാളെ വൈകിട്ട് 4 മണി മുതൽ 5:30 വരെ ആലുവട്ടം ജുമാ മസ്ജിദിൽ അവിടെ പൊതുദർശനം. അതിനുശേഷം അവിടെ തന്നെ മറവ് പള്ളിയിൽ തന്നെ മറവ്. രാവിലെ നമുക്കറിയാം ഇവിടെ രാവിലെ പോസ്റ്റ്മോർട്ടം നടക്കും. 9-10 മണിയൊക്കെയാണ് അവർ ഇൻക്വസ്റ്റ് എല്ലാം തയ്യാറാക്കി കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഒരു സമയം. അതിനുശേഷം പിന്നെ കുടുംബ വീട്ടുകാർക്ക് വരാനും കാണാനുള്ള സൗകര്യങ്ങളുടെ കുറവുമുണ്ട്. അവരുടെ കുടുംബത്തിന് സമയം നമ്മൾ കൊടുക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. 4-ന് ടൗൺ ജുമാ മസ്ജിദ് 5:30 വരെ. കുടുംബക്കാർ മാത്രം അവിടെ ചെല്ലാം. ബാക്കി എല്ലാവരും പൊതുദർശനം സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ കാണാനില്ലെങ്കിൽ ഈ ടൗൺ ജുമാ മസ്ജിദിൽ അത് വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയായിട്ട് കേട്ടതാണ്. കഴിഞ്ഞ എല്ലാവരും അവിടെ തന്നെ നിൽക്കാൻ ഒരുപാട് പോകുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെക്കുറിച്ചുണ്ട്. ഒരു സാഹചര്യത്തിൽ ഇതൊരു ഔദ്യോഗിക അറിയിപ്പായിട്ട് എടുക്കുക. സിനിമയിൽ തിരക്കായ സമയത്ത് നാട്ടുപറ്റി മച്ചാൻ സിനിമയൊക്കെ തിരക്കായ സമയത്ത് നവാസിനെ പകരക്കാരനായിട്ടാണ് ഞാൻ കലാഭവൻ വിളിക്കുന്നത്. അതിനുശേഷം ഞാൻ കലാഭവനിൽ വന്നപ്പോൾ നവാസ് ഞാൻ ഒരുമിച്ച് എൻ്റെ ഷോയിലുണ്ടായിരിക്കുക. അതിൽ നിന്ന് ഞങ്ങളുടെ സൗഹൃദമായി. അത് വർഷങ്ങളോളം എപ്പോഴും ഞങ്ങളുടെ കൊണ്ട് എല്ലാ സ്ഥലത്തും ഞങ്ങളെല്ലാ രീതിയിലും മാസങ്ങൾ കുറച്ചത് അങ്ങനെ വളരെ രസകരമായിട്ടുള്ളൊരു ഒരാളായിരുന്നു. അതിലറിയാം ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതേപോലെ അറിവ് നോക്കുകയും സുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരു നല്ലൊരു അത് സൗഹൃദം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്.